ലോകഭൂപടത്തിൽ വെറും ഒരു ചെറിയ കുത്ത്, സ്വന്തമായി വലിയൊരു ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു രാജ്യം. പക്ഷേ ഇന്ന് ലോകത്തിലെ ആകാശം ഭരിക്കുന്നത് അവരാണ്. ലക്ഷറിയുടെ കാര്യത്തിൽ സാക്ഷാൽ എമിറേറ്റ്സിനെയും റീജിയണൽ പവറിൽ എത്തിഹാദിനെയും അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കുന്ന ഒരു ഗ്ലോബൽ എംപയർ. പലതവണ ലോകം ഇവരെ എഴുതിത്തള്ളി. ഒരിക്കൽ സ്വന്തം അയൽരാജ്യങ്ങൾ പോലും അവർക്ക് മുന്നിൽ ആകാശം കൊട്ടിയടച്ചു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഖത്തർ എയർവേസ് അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. പക്ഷെ അവിടെ നിന്നാണ് അവർ ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തിയത്. ഒരു ചെറിയ മരുഭൂമിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ എയർലൈൻ ബ്രാൻഡുകളിൽ ഒന്നായി മാറിയ ഖത്തർ എയർവേസ് എന്ന സാമ്രാജ്യത്തിന്റെ കഥ. ഇന്ന് 250-ൽ പരം അത്യാധുനിക വിമാനങ്ങളുള്ള ഖത്തർ എയർവേസ് 1993-ൽ തുടങ്ങുമ്പോൾ വെറും 4 ചെറിയ വിമാനങ്ങൾ മാത്രമുള്ള ഒരു ലോക്കൽ എയർലൈൻസ് ആയിരുന്നു. ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രം പറന്നിരുന്ന വലിയ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു കമ്പനി. എന്നാൽ 1997-ൽ ആ രാജ്യത്തിന്റെ തലവര മാറ്റിയ ഒരു വലിയ തീരുമാനമുണ്ടായി. ഖത്തർ എയർവേസിനെ വെറും ഒരു കമ്പനിയായല്ല, ഖത്തർ എന്ന രാജ്യത്തിന്റെ ഗ്ലോബൽ ഐഡന്റിറ്റിയായി മാറ്റുക. ഖത്തർ എയർവേസിന്റെ ഈ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ ലോക ഏവിയേഷൻ ഇൻഡസ്ട്രി മുഴുവൻ ബഹുമാനിക്കുകയും എയർക്രാഫ്റ്റ് മാനുഫാക്ചേഴ്സ് അല്പം പേടിക്കുകയും ചെയ്ത ഒരു പേരുണ്ട്: അക്ബർ അൽബേക്കർ. അദ്ദേഹം ഒരു സാധാരണ CEO ആയിരുന്നില്ല. ഒരു വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ് സീറ്റ് മുതൽ കോക്പിറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വരെ എല്ലാം പേഴ്സണലി പരിശോധിക്കുന്ന പെർഫെക്ഷനിസ്റ്റ്. മറ്റ് CEOമാർ പ്രോഫിറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ക്വാളിറ്റിയെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആക്കിയത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എയർബസ് 350 കൺട്രോവേഴ്സി. ഖത്തർ എയർവേസ് വാങ്ങിയ പുതിയ 350 വിമാനങ്ങളുടെ സർഫസിൽ പെയിന്റിംഗ് പീലിംഗ് ഇഷ്യൂ കണ്ടെത്തി. പക്ഷെ പ്രശ്നം പെയിന്റ് മാത്രമായിരുന്നില്ല. പെയിന്റിനിടയിൽ ലൈറ്റിനിങ് സ്ട്രൈക്ക് പ്രൊട്ടക്ഷനായി ഉപയോഗിച്ചിരുന്ന സ്പെഷ്യൽ കോപ്പർ മെഷ് പല ഭാഗങ്ങളിലും പുറത്തേക്ക് വന്നിരുന്നു. എയർബസ് ഇതൊരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ അക്ബർ അൽബേക്കർ അത് വിശ്വസിച്ചില്ല. പാസഞ്ചർ സേഫ്റ്റിയിൽ ചെറിയൊരു റിസ്ക് പോലും ഞാൻ എടുക്കില്ല, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. 20-ലധികം എയർബസ് 350 വിമാനങ്ങൾ സർവീസിൽ നിന്ന് ഉടൻ ഡൗൺ ചെയ്തു. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് മാനുഫാക്ചറായ എയർബസിനെതിരെ ഏകദേശം 2 ബില്യൺ ലീഗൽ ബാറ്റിൽ വരെ അദ്ദേഹം കൊണ്ടുപോയി. പെർഫെക്ഷൻ 100% ലഭിച്ചില്ലെങ്കിൽ ബോയിങ് ആണെങ്കിലും എയർബസ് ആണെങ്കിലും ഡെലിവറി ഡിലേ ചെയ്യാനും അഗ്രസീവായി നെഗോഷിയേറ്റ് ചെയ്യാനും അദ്ദേഹം മടിച്ചില്ല. കാരണം അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ടായിരുന്നു: ലക്ഷറി പാസഞ്ചറിനെ ആകർഷിക്കും, പക്ഷെ ക്വാളിറ്റി മാത്രമാണ് ഒരു എയർലൈനെ സാമ്രാജ്യമാക്കുന്നത്. ആ കർശനത തന്നെയാണ് ഖത്തർ എയർവേസിനെ ഇന്നത്തെ ഗ്ലോബൽ എംപയർ ആക്കിയത്. ഏവിയേഷൻ മാർക്കറ്റിൽ ഖത്തർ വളർന്നു തുടങ്ങിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ചെറിയ പേരുകളെയല്ല. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായ എയർബസ് 380കളുടെ വലിയ ഫ്ലീറ്റുമായി ദുബായിലെ എമിറേറ്റ്സ്, മറുവശത്ത് അതിസമ്പന്നന്മാരായ യാത്രക്കാരെ ലക്ഷ്യമിട്ട് ഫസ്റ്റ് ക്ലാസ് സർവീസുകളിൽ വിപ്ലവം സൃഷ്ടിച്ച അബുദാബിയിലെ എത്തിഹാദ്. ഈ 2 ഭീമന്മാർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഖത്തർ എയർവേസ് ഉപയോഗിച്ചത് കൃത്യമായ ഒരു ഫ്ലീറ്റ് സ്ട്രാറ്റജി ആയിരുന്നു. എമിറേറ്റ്സ് കൂടുതൽ കപ്പാസിറ്റിയുള്ള ചിലവേറിയ 4 എഞ്ചിൻ 380കൾക്ക് പുറകെ പോയപ്പോൾ ഖത്തർ ചിന്തിച്ചത് ഫ്യൂൽ എഫിഷ്യൻസിയിലായിരുന്നു. അവർ അത്യാധുനിക ടിൻ എഞ്ചിൻ വിമാനങ്ങളായ ബോയിങ് 787 ഡ്രീം ലൈനർ, എയർബസ് 350 എന്നിവയിലേക്ക് ഫോക്കസ് ചെയ്തു. ഇന്ധന ചെലവ് കുറഞ്ഞ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇടവേളകളില്ലാതെ കൂടുതൽ നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്താൻ അവർക്ക് സാധിച്ചു. ഇതിനൊപ്പം ഏഷ്യയും യൂറോപ്പിനെയും അമേരിക്കയും ബന്ധിപ്പിക്കാൻ ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ അവർ ലോകത്തിലെ പെർഫെക്റ്റ് ട്രാൻസിറ്റ് ഹബ്ബാക്കി മാറ്റി. എന്നാൽ 2017-ൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ഒന്നാകെ മാറ്റിമറിച്ച ആ മാസ്റ്റർ സ്ട്രോക്ക് അവർ അവതരിപ്പിച്ചു: ക്യൂ സൂട്ട്. ഇനി ഫസ്റ്റ് ക്ലാസിന്റെ ആവശ്യമില്ല എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കാരണം ഏവിയേഷൻ ചരിത്രത്തിൽ ആദ്യമായി ബിസിനസ് ക്ലാസ്സിൽ പ്രൈവസി നൽകുന്ന സ്ലൈഡിംഗ് ഡോറുകളും ഡബിൾ ബെഡും അവർ കൊണ്ടുവന്നു. മറ്റ് എയർലൈനുകൾ ലക്ഷങ്ങൾ ഈടാക്കുന്ന ഫസ്റ്റ് ക്ലാസ് നൽകിയിരുന്ന സൗകര്യങ്ങൾ ഖത്തർ തങ്ങളുടെ ബിസിനസ് ക്ലാസ്സിൽ നൽകിയതോടെ കോർപ്പറേറ്റ് യാത്രക്കാരുടെ ഒഴുക്ക് ദുബായിൽ നിന്നും ദോഹയിലേക്ക് മാറി തുടങ്ങി. സ്വർണ്ണക്കപ്പിൽ ഭക്ഷണം വിളമ്പുന്ന ഈ 5 സ്റ്റാർ ലക്ഷറി സർവീസിന്റെ പിന്നിൽ ലോകം അധികം അറിയാത്ത ചില കടുത്ത നിയമങ്ങളും വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഒരു വശത്ത് ഖത്തർ എയർവേസ് ലോകത്തിലെ മികച്ച എയർലൈൻ എന്ന അവാർഡുകൾ സ്വന്തമാക്കുമ്പോൾ, മറുവശത്ത് അവരുടെ എംപ്ലോയ്മെന്റ് പോളിസീസ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ഇതിൽ പ്രധാന കാരണം ക്യാബിൻ ക്രൂവിനായുള്ള വളരെ കർശനമായ വർക്ക് പ്രൈസ് റൂൾസ് ആയിരുന്നു. മുൻകാലങ്ങളിൽ ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുന്ന ചില വനിതാ ക്യാബിൻ ക്രൂകൾക്ക് വിവാഹം, ഗർഭധാരണം പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ വിവാദങ്ങൾ അവിടെ അവസാനിച്ചില്ല. CEO അക്ബർ അൽബേക്കറിന്റെ ചില തുറന്ന പ്രസ്താവനകളും കമ്പനിക്ക് വലിയ PR പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അമേരിക്കൻ എയർലൈൻസിന്റെ ക്യാബിൻ ക്രൂവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവാദ പരാമർശങ്ങളും 2018-ൽ വനിതാ നേതൃത്വത്തെക്കുറിച്ചുണ്ടായ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ആ പ്രസ്താവനകൾ ഹെഡ്ലൈൻ കൺട്രോവേഴ്സിയായി മാറി. ശക്തമായ വിമർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം പിന്നീട് അതിൽ വിശദീകരണവും മാപ്പും നൽകേണ്ടി വന്നു. തുടർച്ചയായ വിവാദങ്ങൾ വലിയ PR ചേഞ്ചസ് ഉണ്ടാക്കിയെങ്കിലും ഒരു കാര്യം മാത്രം മാറിയില്ല:
ഖത്തർ എയർവേസിന്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ. വിമർശനങ്ങൾക്കിടയിലും അവർ സിസ്റ്റം മെച്ചപ്പെടുത്തി, ബ്രാൻഡ് കൂടുതൽ ശക്തമാക്കി, ലോക ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പവർഫുൾ എയർലൈൻ ബ്രാൻഡുകളിൽ ഒന്നായി മുന്നോട്ട് കുതിച്ചു. എല്ലാം പെർഫെക്റ്റായി മുന്നോട്ട് പോകുമ്പോഴാണ് ഖത്തർ എയർവേസിനെ തകർക്കാനെത്തിയ ഏറ്റവും വലിയ വില്ലൻ, ദ ബ്ലോക്കേഡ് ഓഫ് 2017. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഈജിപ്ത് ഈ 4 രാജ്യങ്ങളും ഒരുമിച്ച് ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെ ഖത്തർ എയർവേസിന്റെ പ്രധാന എയർ റൂട്ട്സ് അടഞ്ഞു. 18-ലധികം പ്രധാന ഡെസ്റ്റിനേഷനെ ബാധിച്ചു. ദിവസേന 100 കണക്കിന് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് താറുമാറായി. ഇന്നലെ വരെ നേരെ പറന്നിരുന്ന വിമാനങ്ങൾ അടുത്ത ദിവസം മുതൽ വലിയ ഡീറ്റോർ എടുത്ത് ഇറാൻ എയർ സ്പേസ് വഴി മണിക്കൂറുകൾ അധികം പറക്കേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം കൂടുതൽ ഫ്യൂവൽ, കൂടുതൽ കോസ്റ്റ്, കൂടുതൽ പ്രഷർ. ലോകം ഒരേ ഒരു ചോദ്യം ചോദിച്ചു: ഇനി ഖത്തർ എയർവേസ് രക്ഷപ്പെടുമോ? വിമാന വ്യവസായത്തിലെ പലരും കരുതിയത് ഇത്ര വലിയ ആഘാതത്തിന് ശേഷം ഈ എയർലൈൻ പിന്നെ പഴയ നിലയിലേക്ക് തിരികെ വരില്ലെന്നാണ്. പക്ഷേ അവർ ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചു. പക്ഷേ ഈ പ്രതിസന്ധി ഖത്തർ എയർവേസിനെ ദുർബലമാക്കിയില്ല, അവരെ കൂടുതൽ അപകടകാരികളാക്കി. ബ്ലോക്കേഡ് അവരുടെ റൂട്ട്സ് അടച്ചപ്പോൾ അവർ ലോകത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു. നഷ്ടപ്പെട്ട മാർക്കറ്റുകൾക്ക് പകരം 24-ലധികം പുതിയ ഡെസ്റ്റിനേഷൻസ് അവർ ലോഞ്ച് ചെയ്തു. തിരിച്ചു വരില്ല എന്ന് ലോകം കരുതിയ സമയത്ത് ഖത്തർ എയർവേസ് ക്വയറ്റ്ലി അവരുടെ നെക്സ്റ്റ് എംപയർ ബിൽഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് വന്നു മുഴുവൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ മുട്ടുകുത്തിച്ച കോവിഡ് ക്രൈസിസ്. ലോകത്തിലെ വലിയ എയർലൈൻസുകൾ പോലും ഗ്രൗണ്ടഡ് എയർക്രാഫ്റ്റുകളുടെ മുന്നിൽ ഹെൽപ്ലെസ് ആയി നിലനിൽക്കുമ്പോൾ ഖത്തർ എയർവേസ് ആകാശത്ത് തുടർച്ചയായി പറന്നു. പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ് കുറഞ്ഞപ്പോൾ അവർ കാർഗോ ഓപ്പറേഷൻസ് മാസീവ്ലി ശക്തമാക്കി. മെഡിക്കൽ സപ്ലൈസ്, വാക്സിൻസ്, എമർജൻസി ട്രാൻസ്പോർട്ട്. ലോകം നിൽക്കുമ്പോൾ അവരുടെ ഫ്ലീറ്റ് നിർത്തിയില്ല. 2020-ൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനെ സേഫ്റ്റിലി തിരികെ എത്തിച്ച എയർലൈനുകൾ ഒന്നായി അവർ മാറി. ഇതൊരു കംബാക്ക് മാത്രമല്ലായിരുന്നു, ഇതൊരു പ്രഖ്യാപനമായിരുന്നു. ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച ഓരോ പ്രതിസന്ധിയും ഞങ്ങളെ കൂടുതൽ ശക്തരാക്കും. തകരുമെന്ന് കരുതിയ കമ്പനി അവിടെ നിന്ന് മുൻപത്തേക്കാൾ ശക്തമായി തിരിച്ചു വന്നു. എല്ലാ പ്രതിസന്ധികൾക്കും ശേഷം ഖത്തർ എയർവേസിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തിയ ഒരു ഇവന്റ് വന്നു, ഫിഫ വേൾഡ് കപ്പ് 2022. ഇത് വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നില്ല. ഇത് ഖത്തർ എയർവേസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു $1 ബില്യൺ മണി മെഷീൻ ആയിരുന്നു. ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഫാൻസ്, VIPs, ബിസിനസ് ട്രാവലേഴ്സ്, പ്രീമിയം പാസഞ്ചേഴ്സ് എല്ലാവരുടെയും വഴി ഒടുവിലെത്തിയത് ഒരേ ഒരു സ്ഥലത്തേക്ക്, ദോഹ. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ആളുകളാൽ നിറഞ്ഞു. ബിസിനസ് ക്ലാസ് ക്യാബിൻസ് ഫുൾ, ട്രാൻസിറ്റ് ട്രാഫിക് എക്സ്പ്ലോഷൻ. ടിക്കറ്റ് ഡിമാൻഡ് അത്രയും ഉയർന്നു. ഫ്ലൈറ്റ് മാത്രമല്ല, മുഴുവൻ ഏവിയേഷൻ സിസ്റ്റം തന്നെ പ്രഷറിലെത്തി. ഖത്തർ എയർവേസ് ഈ അവസരം വെറും സ്പോൺസർഷിപ്പായി കണ്ടില്ല, അവർ അതിനെ ഒരു ഗ്ലോബൽ ബിസിനസ് വെപ്പണാക്കി മാറ്റി. ബ്രാൻഡ് വിസിബിലിറ്റി സ്കൈ റോക്കറ്റ് ചെയ്തു. ലക്ഷറി ഇമേജ് കൂടുതൽ ശക്തമായി. പ്രീമിയം പാസഞ്ചർ ഫ്ലോ റെക്കോർഡ് ലെവലിലേക്ക് എത്തി. റവന്യൂ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നും, ഏകദേശം $21 ബില്യൺ. ഇത് വെറും പ്രോഫിറ്റ് അല്ലായിരുന്നു, ഇത് ലോകത്തോട് നൽകിയ ഒരു പ്രഖ്യാപനമായിരുന്നു. ഞങ്ങളൊരു എയർലൈൻ മാത്രമല്ല, ഞങ്ങളൊരു ഗ്ലോബൽ എംപയർ ആണ്. പക്ഷെ സാമ്രാജ്യങ്ങൾ ഒരാളിൽ അവസാനിക്കില്ല. 26 വർഷം ഖത്തർ എയർവേസിനെ ലോകത്തിൻ്റെ മുകളിലെത്തിച്ച അക്ബർ അൽ ബേക്കർ സ്ഥാനമൊഴിഞ്ഞു. അയാൾക്ക് ശേഷം എഞ്ചിനീയർ ബാഡർ മുഹമ്മദ് അൽ മീർ. ഇതൊരു CEO ചേഞ്ച് മാത്രമായിരുന്നില്ല, ഖത്തർ എയർവേസിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കമായിരുന്നു. പുതിയ ലീഡർഷിപ്പ്, പുതിയ സ്ട്രാറ്റജീസ്, ഇനിയും വലിയ ഗ്ലോബൽ അംബിഷൻസ്. ഫ്ലീറ്റ് എക്സ്പാൻഷൻ വീണ്ടും വേഗത്തിലായി. പുതിയ എയർക്രാഫ്റ്റ് ഓർഡേഴ്സ്, നെറ്റ്വർക്ക് ഗ്രോത്ത്, പ്രീമിയം പാസഞ്ചർ എക്സ്പീരിയൻസിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷെ അവരുടെ പവർ എയർക്രാഫ്റ്റുകളിൽ മാത്രമല്ല. ബ്രിട്ടീഷ് എയർവേസിൻ്റെ പേരന്റ് കമ്പനിയായ IAGയിലുള്ള ശക്തമായ സ്റ്റേക്ക്, കാത്തായ് പസഫിക് പോലുള്ള ഗ്ലോബൽ ജൈൻറ്റുകളുമായുള്ള ഡീപ്പ് പാർട്ണർഷിപ്പ്, ഇവയെല്ലാം ചേർന്ന് ഖത്തർ എയർവേസിനെ ഒരു എയർലൈനിൽ നിന്നും വളരെ വലുതാക്കി മാറ്റുന്നു. ഇതിനി വെറും ടിക്കറ്റ് വിറ്റ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന കമ്പനിയല്ല, ഇത് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ പവർ സെൻ്ററാണ്. ഒരു രാജ്യം ചെറുതായിരിക്കാം, പക്ഷെ അതിൻ്റെ എയർലൈൻ ലോകത്തിൻ്റെ ആകാശം നിയന്ത്രിക്കാൻ വരെ വളരാം. ഇന്ന് സ്കൈട്രാക്സിൻ്റെ വേൾഡ് ബെസ്റ്റ് എയർലൈൻ അവാർഡ് 8 തവണ സ്വന്തമാക്കിയ ചരിത്രം ഖത്തർ എയർവേസിനാണ്. ഇത് വെറും ഒരു ട്രോഫിയല്ല, ലോക ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ സൂപ്പർമേസിയുടെ മുദ്രയാണ്. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: വേൾഡ് ബെസ്റ്റ് എയർലൈൻ ആകുന്നത് വലിയ കാര്യമല്ല, ആ സിംഹാസനം വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കാനാവുമോ? കാരണം ആകാശത്ത് ആരും സ്ഥിരം രാജാവല്ല. ഒരു വശത്ത് എമിറേറ്റ്സിൻ തങ്ങളുടെ പുതിയ 350 ഫ്ലീറ്റുമായി വീണ്ടും ശക്തമായി ഉയരുന്നു. മറുവശത്ത് സൗദി അറേബ്യയുടെ $multi billion പ്രോജക്റ്റ് റിയാദ് എയർ. അവർ വെറും ഒരു എയർലൈൻ ലോഞ്ച് ചെയ്യുന്നില്ല, മിഡിൽ ഈസ്റ്റ് ഏവിയേഷൻ്റെ പവർ ബാലൻസ് തന്നെ മാറ്റാനാണ് വരുന്നത്. ഖത്തർ എയർവേസ് ഈ ത്രോൺ സംരക്ഷിക്കുമോ? അല്ലെങ്കിൽ വർഷങ്ങളായി അവർ ഭരിച്ച ഈ സിംഹാസനത്തിൽ പുതിയൊരു രാജാവിരിക്കുമോ? ലക്ഷറി, പവർ, പൊളിറ്റിക്സ്, മണി, ഇത് വെറും എയർലൈൻസിൻ്റെ മത്സരമല്ല, ഇത് ആകാശത്തിൻ്റെ യുദ്ധമാണ്.
സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈൻ ഔട്ട് ഫ്രം ദിസ് ചാനൽ. ബൈ.